ആത്മോപദേശശതകം ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ ഈ കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 4-ാമത്തെ ശ്ലോകം. അറിവുമറിഞ്ഞിടുമർത്ഥവും പുമാൻ തന്നറിവുമൊരാദിമഹസ്സു മാത്രമാകും. വിരളത വിട്ട് വിളങ്ങുമഹത്താമറിവിലമർന്നതു മാത്രമായിടേണം. അറിവുമറിഞ്ഞിടുമർത്ഥവും പുമാൻ തന്നറിവുമൊരാദിമഹസ്സു മാത്രമാകും. വിരളത വിട്ട് വിളങ്ങുമഹത്താമറിവിലമർന്നതു മാത്രമായിടേണം. അറിവും പദാർത്ഥങ്ങളുടെ ബോധമുളവാക്കുന്ന സങ്കല്പവും അറിഞ്ഞിടും അർത്ഥവും അതിൻ്റെ ഫലമായി വെളിയിലുണ്ടെന്നു തോന്നുന്ന പദാർത്ഥവും പുമാൻ തന്നറിവും ഞാൻ ഞാൻ എന്നിങ്ങനെ സകലരിലും സദാ അനുഭവപ്പെടുന്ന അറിയുന്നവനും ഒരാദിമഹസ്സു മാത്രമാകും. എല്ലാം അവയുടെ ആദികാരണമായ ശുദ്ധബോധം തന്നെയാണ്. വിരളത വിട്ട് ഇടതടവില്ലാതെ സർവത്ര വിളങ്ങും നിറഞ്ഞു വിലസുന്ന അമ്മഹത്താം ആ വലിയ അറിവിലമർന്ന് ബോധവുമായി ലയിച്ചു ചേർന്ന് അതുമാത്രമായിടേണം, അതുമാത്രമായി അവശേഷിക്കണം. പദാർത്ഥങ്ങളുടെ ബോധമുളവാക്കുന്ന സങ്കല്പവും അതിൻ്റെ ഫലമായി വെളിയിലുണ്ടെന്നു തോന്നുന്ന പദാർത്ഥവും ഞാൻ ഞാൻ എന്നിങ്ങനെ സകലരിലും സദാ അനുഭവപ്പെടുന്ന അറിയുന്നവനും എല്ലാം അവയുടെ ആദികാരണമായ ശുദ്ധബോധം തന്നെയാണ്. ഇടതടവില്ലാതെ സർവത്ര നിറഞ്ഞു വിലസുന്ന ആ വലിയ ബോധവുമായി ലയിച്ചു ചേർന്ന് അതുമാത്രമായി അവശേഷിക്കണം, അതുമാത്രമായിടേണം. ലോകത്തിൽ എവിടെ ആർക്ക് എന്തനുഭവമുണ്ടായാലും അത് അറിവ്, അറിയപ്പെടുന്ന പദാർത്ഥം, അറിയുന്നവൻ എന്ന് മൂന്നായി പിരിയുന്ന ത്രിപുടിയിൽ ഒതുങ്ങുന്നു. ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ഈ ത്രിപുടി ബോധത്തിൻ്റെ തന്നെ 3 പുടങ്ങൾ അഥവാ മടക്കുകൾ ആണെന്ന് കാണാൻ കഴിയും. ത്രിപുടി എന്ന പദത്തിനു തന്നെ ബോധത്തിൻ്റെ 3 പുടങ്ങൾ എന്നാണ് താൽപ്പര്യം. ഒരു കടലാസ് 3ആയി മടക്കിയാൽ അതിന് 3 വിഭാഗങ്ങൾ വന്നതായി തോന്നും. പക്ഷേ വിഭാഗങ്ങൾ 3ഉം ഒരേ വസ്തു തന്നെയല്ലേ? വിഭാഗങ്ങൾ 3ഉം ഒരേ വസ്തു തന്നെ എന്നറിയാൻ പ്രയാസമില്ലല്ലോ. കടലാസില്ലെങ്കിൽ വിഭാഗങ്ങളില്ല. അതുകൊണ്ട് വിഭാഗങ്ങളെല്ലാം കടലാസു തന്നെ. അതുപോലെ ബോധമില്ലെങ്കിൽ ത്രിപുടിയില്ല. അതുകൊണ്ട് ത്രിപുടി മുഴുവൻ ബോധം തന്നെ എന്ന് യുക്തി കൊണ്ട് തന്നെ അറിയാം. ഇനിയും ഒരാൾ വിവിധ സങ്കല്പങ്ങളെ അകറ്റി നിർവികൽപ്പ ജ്ഞാന അനുഭവത്തെ സാക്ഷാത്കരിച്ചാൽ ആ അദ്വയ അനുഭവത്തിൽ ത്രിപുടി പാടെ അസ്തമിക്കുന്നതായും കാണാം. ഈ അദ്വയ ജ്ഞാന അനുഭവത്തെയാണ് വിരളത വിട്ടു വിളങ്ങും മഹത്താമറിവായി ഗുരുദേവൻ വിവരിച്ചിരിക്കുന്നത്. അദ്വയമായ നിർവികൽപ്പ ജ്ഞാനം അനുഭവിച്ചറിഞ്ഞാൽ ത്രിപുടിമയയായ ജഗത്തിൻ്റെ ആദിമഹസ്സായി സർവത്ര അതുമാത്രമേ വസ്തുവായുള്ളൂ എന്ന് ബോധ്യമാവും. താനും അതുതന്നെ എന്ന് തെളിയും. ആ അനുഭവമാണ് അതിലമർന്നതു മാത്രമാകൽ. അതുതന്നെയാണ് മോക്ഷം. ത്രിപുടിയെയും അത് മുടിഞ്ഞ് തെളിയുന്ന ആദിമഹസ്സിനെയും കുറിച്ച് കൂടുതൽ അറിയാൻ 14-ാം ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കുക. അജ്ഞത ഒന്നു മാത്രമാണ് ത്രിപുടിമയമായ പ്രപഞ്ച അനുഭവത്തിനും തുടർന്നുള്ള ജനന മരണാദി ഭ്രമങ്ങൾക്കും കാരണം. പ്രപഞ്ചത്തിലുടനീളം വസ്തുവായി വിളങ്ങുന്ന അദ്വയബോധത്തെ അറിഞ്ഞാലേ ഈ അജ്ഞതയും ഭ്രമവും മാറൂ. ഇക്കാര്യമാണ് 5-ാം പദ്യത്തിൽ വിവരിക്കുന്നത്. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.